ഹലോ, വെൽക്കം ടു അജൂസ് പാരഡൈസ്. ഈ ക്രിസ്മസിന് നമുക്ക് പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു സ്പൈസ് പൗഡർ പൊടിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് ഏലക്കയും പട്ടയും ഗ്രാമ്പൂവും ജാതിക്കയും ജാതിക്കയുടെ പൂവും കുറച്ച് ചുക്കും കൂടി 2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി നൈസായിട്ട് പൊടിച്ചെടുക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്യുന്നത്, ഇവിടെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നില്ല. അതിനായിട്ട് 1.5 കിലോ പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു ചട്ടിയിലേക്ക് ഇടുക. എന്നിട്ട് 1/3 കപ്പ് ഓറഞ്ച് ജ്യൂസും ഇട്ട് സ്റ്റൗ ഓൺ ആക്കുക. ഇനി അത് തിളപ്പിക്കാനായി വയ്ക്കാം. തിളച്ച ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിവിടെ ഈത്തപ്പഴവും അത്തിപ്പഴവും കറുത്ത മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയുമാണ് ചേർക്കുന്നത്. എല്ലാം കൂടി 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഓറഞ്ച് ജ്യൂസ് സോക്ക് ചെയ്യുന്ന വരെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇത് നമുക്ക് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച സ്പൈസ് പൗഡറിൻ്റെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഡ്രൈ നട്ട്സായ കശുവണ്ടിയും ബദാമും ഒരു 1/4 കപ്പ് അരിഞ്ഞത് ചേർക്കാം. 1 ടീസ്പൂൺ തേനും കൂടി ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് റെഡിയാണ്. ഇത് നമുക്ക് എത്ര ദിവസം വെക്കുന്നു അത്രയും നല്ലതാണ്. ഞാൻ ഇവിടെ 2 ദിവസം വെച്ചിട്ടുണ്ട്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇത് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു ചട്ടിയിലേക്ക് ഇടുക. ഇളക്കേണ്ട ആവശ്യമില്ല. അത് ബ്രൗൺ നിറം ആവുന്ന വരെ ചട്ടിയിൽ തന്നെ വെക്കുക. ബ്രൗൺ നിറം ആയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര എല്ലാം അലിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിത്തെറിക്കും. വെള്ളം ചേർത്ത ശേഷം പഞ്ചസാര കട്ടിയായി വരും. ആ കട്ടിയായ പഞ്ചസാര അലിയണ വരെ നമ്മൾ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്തത് റെഡിയാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അതൊരു അരിപ്പയിലേക്ക് ഇടുക. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച സ്പൈസ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത ശേഷം നന്നായി അരിച്ചെടുക്കാം. തരികളൊന്നും ഇല്ലാണ്ട് വേണം അരിച്ചെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ 2 ദിവസം കുതിർത്ത് വെച്ചതാണ് ഓറഞ്ച് ജ്യൂസിൽ. അത് ഒരു ബൗളിലേക്ക് എടുത്ത ശേഷം 1.5 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. അതിനായിട്ട് 150 ഗ്രാം ബട്ടറാണ് ഞാൻ എടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് ബീറ്റർ വെച്ചിട്ട് നന്നായി സോഫ്റ്റ് ആവുന്ന വരെ ലോ സ്പീഡിൽ അടിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1.25 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതി. ക്രീം കേക്കിനെ പോലെ നമുക്ക് ഒരുപാട് ഫ്ലഫി ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നന്നായി മിക്സ് ആവണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 3 വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ആണെങ്കിൽ 2 വലിയ മുട്ട. ഞാൻ 1.5 കിലോ ഉണ്ടാക്കുന്ന കാരണം 3 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഓരോ മുട്ടയായിട്ട് ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. 3 കൂടി ഒന്നിച്ച് ചേർക്കരുത്. ഒന്നൊന്നായി ചേർത്ത ശേഷം നന്നായി അടിച്ചെടുക്കാം. ഒരുപാട് പതഞ്ഞു പൊങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് മിക്സ് ചെയ്യണം.
അതിനായിട്ട് മൈദ കുറച്ചായിട്ട് ചേർക്കാം. അതിൻ്റെ ഒപ്പം നമ്മൾ നേരത്തെ ഷുഗർ കാരമലൈസ് ചെയ്തത് തയ്യാറാക്കി വെച്ചതും കുറച്ചായി ചേർത്ത ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിട്ടും മിക്സ് ചെയ്യരുത്. ഇപ്പോൾ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാരണ സ്പാറ്റിലയോ അല്ലെങ്കിൽ ഒരു കയ്യിലോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ടും കുറച്ചായി ചേർത്ത ശേഷം വേണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മൈദ പരട്ടി വെച്ച് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, അത് ചേർക്കാം. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തത് ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കുന്നുണ്ട്. 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തത്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡിയാണ്. 1.5 കിലോൻ്റെ ബാറ്ററാണ് ഇതിലുള്ളത്. ഞാൻ 2 ട്രെയിലായിട്ടാണ് ചെയ്യുന്നത്. 1 കിലോൻ്റെ ട്രെയിലും 1/2 കിലോൻ്റെ ട്രെയിലും 3/4 ഭാഗത്തോളം നമ്മൾ ബാറ്റർ നിറയ്ക്കണം. ഇത് 1 കിലോൻ്റെ കേക്കിനുള്ളതാണ്. ഇനി 1/2 കിലോൻ്റെ കേക്കിനുള്ളതും കൂടി നിറയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. കേക്കിൻ്റെ ബാറ്റർ നിറച്ച ശേഷം നന്നായി ടാപ്പ് ചെയ്ത് എയർ കളയുക. ഇനി അതിൻ്റെ മേലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. പ്ലം കേക്കിൽ അധികവും കറുത്ത മുന്തിരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കൂടുതലെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വയ്ക്കാം. നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 40 മിനിറ്റാണ് വെക്കുന്നത്. ഓരോ ഓവനനുസരിച്ച് മാറ്റം വരും. 40 മിനിറ്റ് 1 മണിക്കൂറൊക്കെ വെക്കണം. ഓവനോട്ട് ഞാൻ 40 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ പൊങ്ങി വന്നിരിക്കുന്നത് കാണാം. 40 മിനിറ്റിന് ശേഷം നമ്മുടെ പ്ലം കേക്ക് റെഡിയാണ്. ഇത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം എടുക്കുന്നതാണ് ഏറ്റവും സ്വാദും സോഫ്റ്റ് ആവാനും നല്ലത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം 1/2 കിലോൻ്റെ കേക്ക് മുറിച്ച് കാണിച്ചത്. ഇങ്ങനെ ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ നമുക്കത് റെഡിയാണോ എന്ന് അറിയാം. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മുറിക്കാം. അതിനായിട്ട് ബട്ടർ പേപ്പർ ഊരിയെടുക്കാം. ഇത് മുറിക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ പ്ലം കേക്ക് ഉണ്ടാക്കാം. വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആൽക്കഹോൾ വേണമെന്നൊരു നിർബന്ധമില്ല. ഓറഞ്ച് ജ്യൂസിൽ തന്നെ നമുക്ക് പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി വലിയ കേക്കും കൂടി നമ്മൾ ബട്ടർ പേപ്പറിൽ നീക്കിയിട്ട് ക്ലിങ് ഫിലിം ചുറ്റിയിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഹാപ്പി ക്രിസ്മസ്.